ചിയാൻ ചിത്രം ചിയാൻ 62 എന്ന സിനിമയുടെ ഷൂട്ട് ഇപ്പോഴത്തെ ഏപ്രിൽ മാസം തുടങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ചിത്ത സിനിമയുടെ സംവിധായകൻ എസ് അരുൺകുമാർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു റിയൽ സംഭവത്തെ ആസ്പദമാക്കിയുള്ള ഒരു ചിത്രം കൂടിയാണ്. മലയാളത്തിൽ നിന്നൊരു പക്ക മൾട്ടിസ്റ്റാർ ചിത്രം വരുന്നു. മഹേഷ് നാരായണൻ മമ്മൂട്ടിയെ നായകനാക്കി വെച്ചുള്ള ഈ സിനിമയിലാണ് ഇപ്പോഴത്തെ വലിയ താരങ്ങളെല്ലാം ഈ സിനിമയിൽ ഇപ്പോൾ വന്നേക്കുന്നത്. മമ്മൂട്ടിയെ കൂടാതെ തന്നെ ഇപ്പോഴത്തെ ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, അതുപോലെ സുരേഷ് ഗോപി ഒരു ക്യാമറയിൽ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. സിനിമയുടെ 90 ദിവസത്തെ ഷൂട്ട് ഷെഡ്യൂളെല്ലാം ഇപ്പോൾ ടീം പ്ലാൻ ചെയ്തിരിക്കുകയാണ്. കിങ് ആൻഡ് ദ കമ്മീഷണർ എന്ന സിനിമയ്ക്ക് ശേഷമാണ് മമ്മൂട്ടി സുരേഷ് ഗോപി കോംബോ വീണ്ടും ഇപ്പോൾ ഒന്നിക്കുന്നത്. ടൊവിനോയും തൃഷയും ഒന്നിക്കുന്ന അടുത്ത ചിത്രമാണ് ഐഡന്റിറ്റി എന്ന ചിത്രം. നിലവിൽ ഷൂട്ട് കംപ്ലീറ്റ് ആയി ഈ സിനിമ ഇപ്പോഴത്തെ ഓണം റിലീസാണ് ടീം പ്ലാൻ ചെയ്യുന്നതാണ് റിപ്പോർട്ടുകൾ. കൂടാതെ തന്നെ ഈ സിനിമ ഫോറൻസിക് പോലെ തന്നെ ഒരു പക്ക ക്രൈം ത്രില്ലർ സിനിമയായിരിക്കുമെന്നും കൂടാതെ തന്നെ ഈ സിനിമയ്ക്ക് കഥ എഴുതി സംവിധാനം ചെയ്യുന്നത് ഫോറൻസിക് എന്ന സിനിമയുടെ സംവിധായകനായ അഖിൽ പോളും അനുഷ്കാനും കൂടിയാണ്. ഋഷഭ് ഷെട്ടിയുടെ സംവിധാനത്തിൽ വരുന്ന അടുത്ത ചിത്രമാണ് കാന്താര ചാപ്റ്റർ 1 എന്ന ചിത്രം. സിനിമയിൽ ഇപ്പോഴത്തെ നായികയായി സപ്താസാഗർ എന്ന സിനിമയിൽ നായികയായി അഭിനയിച്ച രുക്മണി വസന്ത് എത്തിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെ പൃഥ്വിരാജ് നായകി ഖാലിദ് റഹ്മാൻ സംവിധാനം ചെയ്യുന്ന സിനിമ ഇപ്പോഴത്തെ കൺഫേം ആയിരിക്കുകയാണ്. ഗോഡ് ലൈഫ് എന്ന സിനിമയുടെ ഭാഗമായി ഇപ്പോഴത്തെ പൃഥ്വിരാജ് തന്നെ ഇപ്പോൾ കൺഫേം ആക്കിയിട്ടുണ്ട്. സിനിമയുടെ ഷൂട്ടെല്ലാം ഈ വർഷം തന്നെ ഉണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കാം. കമൽഹാസൻ ചിത്രമായ തഗ് ലൈഫ് സിനിമയിൽ ഇപ്പോഴത്തെ ദുൽഖറിന് കൂടാതെ തന്നെ ജയം രവിയും പിന്മാറി എന്ന റിപ്പോർട്ടുകൾ. ഡേറ്റ് ഇഷ്യൂ കാരണമാണ് ജയം രവി ഈ സിനിമയിൽ നിന്ന് പിന്മാറി എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. മോഹൻലാലിനെ നായകി തരുമൂർത്തി സംവിധാനം ചെയ്യുന്ന മോഹൻലാലിൻ്റെ പുതിയ ചിത്രമാണ് L360 എന്ന ചിത്രം. ഈ സിനിമയിൽ ഇപ്പോഴത്തെ മോഹൻലാൽ ഒരു ടാക്സി ഡ്രൈവറായി എത്തിയേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സിനിമയുടെ മേജർ ലൊക്കേഷനെല്ലാം വരുന്നത് പത്തനംതിട്ട, റാന്നി, തൊടുപുഴ എന്നീ സ്ഥലങ്ങളിലും കൂടിയായിരിക്കും. സിനിമയുടെ ഷൂട്ട് ഏപ്രിൽ 2nd വീക്കിലായിരിക്കും ആരംഭിക്കുക. ധനുഷിനെ നായകനാക്കി SK21 എന്ന സിനിമയുടെ സംവിധായകനായ രാജ്കുമാർ പെരിയസ്വാമിയുടെ ഒരു ചിത്രം വരുന്നതായ റിപ്പോർട്ടുകൾ. സിനിമ ഇപ്പോഴത്തെ ഗോപുരം ഫിലിംസ് നിർമ്മിച്ചേക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏപ്രിൽ മാസം റിലീസാകാൻ പോകുന്ന ചിയാൻ വിക്രം ചിത്രമാണല്ലോ തങ്കലൻ എന്ന ചിത്രം. സിനിമ ഇപ്പോഴത്തെ ഇലക്ഷൻ കാരണം ഒരു പക്ഷേ മെയ്യിലോ ജൂണിലോ ഈ സിനിമയുടെ റിലീസ് നീണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലും വരും ദിവസങ്ങളിൽ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻസ് എല്ലാം ഇനി പ്രതീക്ഷിക്കാവുന്നതാണ്. മോഹൻലാലിനെ നായകനാക്കി ജോഷി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് റംബാൻ എന്ന ചിത്രം. ഈ സിനിമ ഇപ്പോഴത്തെ ഒരു പക്ക ഫിക്ഷണൽ ആക്ഷൻ ഫിലിം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചെമ്പൻ വിനോദ് കഥയൊരുക്കുന്ന ഈ സിനിമയുടെ ഷൂട്ട് ജൂണിലോ ജൂലൈയിലോ ആയിരിക്കും ആരംഭിക്കുക. സുന്ദർസിയുടെ സംവിധാനത്തിൽ സുന്ദർസി, തമൻ എന്നിവരെല്ലാം പ്രധാന വേഷത്തിൽ വരുന്ന ചിത്രമാണല്ലോ അരൺമനി 4 എന്ന ചിത്രം. സിനിമ ഇപ്പോഴത്തെ ഏപ്രിൽ മാസം റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഫഹദ് ഫാസിലിൻ്റെ 2 പുതിയ ചിത്രങ്ങൾ ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. അതിൽ ഒരു ചിത്രം സിദ്ധാർത്ഥ സംവിധാനം ചെയ്യുന്ന ഓക്സിജൻ എന്ന ചിത്രമാണ്. ഇതൊരു ഇമോഷണൽ ത്രില്ലർ ആയിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രണ്ടാമത്തെ ചിത്രം ശശാങ്ക് സംവിധാനം ചെയ്യുന്ന ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന ചിത്രമാണ്. ഇതൊരു ഫാൻറ്റസി ഡ്രാമ ഫൺ ആൻഡ് ത്രിൽ ചിത്രവും കൂടിയാണ്. മലയാളത്തിൽ വൻ ഹിറ്റായി മാറിയ ഒരു ചിത്രമായിരുന്നു ജിത്തു മാധവൻ സംവിധാനം ചെയ്തു വന്ന രോമാഞ്ചം എന്ന ചിത്രം. ഈ സിനിമയുടെ ഒരു ബോളിവുഡ് റീമേക്ക് ഇപ്പോഴിതാ വരുന്നു. കപ്പ് കപ്പി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സിനിമ ഇപ്പോഴിതാ സംഗീത് ശിവനാണ് ബോളിവുഡിൽ സംവിധാനം ചെയ്യുന്നത്. അങ്ങനെ മമ്മൂട്ടി ചിത്രമായ ബസൂക്ക സിനിമയുടെ ഷൂട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഡീൻ ഡെന്നിസ് സംവിധാനം ചെയ്യുന്ന ഈ സിനിമ ഒരു ഗെയിം ത്രില്ലർ ചിത്രം കൂടിയാണ്. സിനിമയുടെ റിലീസ് ഒരു പക്ഷേ ജൂണിലായിരിക്കും ഉണ്ടാവുക. സുഡാനി ഫ്രം നൈജീരിയ എന്ന സിനിമയ്ക്ക് ശേഷം ഇപ്പോഴത്തെ സോബിനും സംവിധായകനായ സക്കരയും ഒന്നിക്കുന്നൊരു ചിത്രം വരുന്നു. ഈ സിനിമ ഇപ്പോഴത്തെ ഒഫീഷ്യലായി തന്നെ അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ്. സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപനമെല്ലാം ഉടൻ തന്നെ പ്രതീക്ഷിക്കുക. രാം ചരൺ നായകനാവുന്ന പുതിയ ചിത്രമാണ് RC60 എന്ന ചിത്രം. ബുച്ചിബാബു സംവിധാനം ചെയ്യുന്ന ഈ സിനിമയിൽ ഇപ്പോഴത്തെ പെപ്പയും ഒരു പ്രധാന വേഷത്തിൽ എത്തിയേക്കുമെന്നാണ് ഇപ്പോൾ പുറത്തിരുന്ന റിപ്പോർട്ടുകൾ. AR റഹ്മാനാണ് സിനിമയ്ക്ക് മ്യൂസിക് എല്ലാം ചെയ്യുന്നത്.